നടന മനോമയ വർഷിണി രാവിഹാര ശലഭ സുമോത്സവ ഹർഷിണി രാമയൂര നടന മനോമയ വർഷിണി കാലം നീയേ കാതം നീയേ മധുരവും മതിരയും മഥനവും മനനവുമാകെ നീ തെളിമയും ഒളിമയും എളിമയും ഇളമയുമാണു നീ ഉദയവും ഉടമയും അഭയവും അഖിലവും നീ ആയിരം കൈകളെന്നും ആയുധങ്ങൾക്ക് മുന്നിൽ ദാഹമോലുന്ന രാശി ഭൂതാംബികേ ആയിരം കൈകളെന്നും ആയുധങ്ങൾക്ക് മുന്നിൽ ദാഹമോലുന്ന രാശി ഭൂതാംബികേ കാലം നീയേ കാതം നീയേ മധുരവും മതിരയും മഥനവും മനനവുമാകെ നീ തെളിമയും ഒളിമയും എളിമയും ഇളമയുമാണു നീ ഉദയവും ഉടമയും അഭയവും അഖിലവും നീ രാഗിണി രഞ്ജിനി ഭൈരവി കാലിലെ തീച്ചിലമ്പിൽ വേദവേതാളതാളം അട്ടഹാസങ്ങൾ പൊട്ടും ഭീതാംബികേ കാലിലെ തീച്ചിലമ്പിൽ വേദവേതാളതാളം അട്ടഹാസങ്ങൾ പൊട്ടും ഭീതാംബികേ കാലം നീയേ കാതം നീയേ മധുരവും മതിരയും മഥനവും മനനവുമാകെ നീ തെളിമയും ഒളിമയും എളിമയും ഇളമയുമാണു നീ ഉദയവും ഉടമയും അഭയവും അഖിലവും നീ രാഗിണി രഞ്ജിനി ഭൈരവി രാഗിണി രഞ്ജിനി ഭൈരവി
ഒരു രോഗം ഭേദമാകുന്നത് 4 പ്രധാനപ്പെട്ട ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. 1 രോഗി, 2 ഡോക്ടർ, 3 മെഡിസിൻ, 4 ബൈസ്റ്റാൻഡർ. അതില്ല. ഇതാര്? ഭാര്യയാണോ? ഹലോ ഡോക്ടർ, ഞാനാണ് സുജാത. ഡോക്ടറിന്റെ ആ പേഷ്യന്റ് ഉണ്ടല്ലോ, ഗോപാലകൃഷ്ണൻ, ആശുപത്രിക്ക് ഒരു പ്രശ്നമാകുമെന്ന് സംശയമുണ്ട്. ദേ, എല്ലാരും ഉറങ്ങേണ്ട നേരമായി. പുള്ളിക്കാരൻ ഇപ്പോഴും ഫ്ലൂട്ടും വായിച്ചോണ്ടിരിക്കുക. സാരമില്ല സിസ്റ്ററെ, ഗോപാലകൃഷ്ണൻ അല്ലേ? ഗോപാലകൃഷ്ണൻ ആവുമ്പോ ഫ്ലൂട്ട് വായിക്കുക സ്വാഭാവികം. വായിച്ചോട്ടെ. രോഗികൾക്ക് അതൊരു മ്യൂസിക് തെറാപ്പിയുടെ ഗുണം ചെയ്യും. ഓം ശാന്തി. ഗോപാലകൃഷ്ണന്റെ ടെസ്റ്റുകളുടെ വിശദമായ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാലുടൻ ഡോക്ടർമാർ വേണ്ടത് ചെയ്തോളും. ഗോപാലകൃഷ്ണനെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എവിടെന്നാ വരുന്നത് ഗോപാലകൃഷ്ണന്റെ കുടുംബം? ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാര്യ, മക്കൾ. മനസ്സാണ് എല്ലാ രോഗത്തിനും കാരണം. ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത് തന്നെ മനസ്സിലൊരു ക്ഷീണമാണ്. കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുക. ഒരു ആശുപത്രിവാസം വെക്കേഷനാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റും. വെറുതെ മലന്ന് കിടന്ന് മനസ്സിനെ കഴിഞ്ഞുപോയ കാലത്തിലേക്ക് മേയാൻ വിടുക. തെറ്റും ശരിയും സുഖവും ദുഃഖവും നിറഞ്ഞൊരു ഓർമ്മയായി വിറക്കുന്നത് സുഖമുള്ളൊരു അനുഭൂതിയാണ്. ഒരു പ്രാർത്ഥനയുടെ സുഖം അതിന് വരും. ഹലോ സാർ, ഞാൻ സിസ്റ്റർ സുജാതയാണ്. പിന്നെ സാറിന് എഴുതാൻ സഹായത്തിനെന്ന് പറഞ്ഞ പെൺകുട്ടി ഇപ്പൊ അങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോ അവക്ക് ആകെ ഒരു വെപ്രാളം. അതെ, പിന്നെ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് ഒരു ആശയക്കുഴപ്പം. ഞാൻ ഏതായാലും ഒരു ജീൻസ് ഒക്കെ ഇടിപ്പിച്ച് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ വേഷം ജീൻസ് ഒക്കെ ആണെങ്കിലും ആള് വെറും ഒരു പാവം പൊട്ടി പെണ്ണ. അതെ സാർ. അയ്യോ, സാറിന് ഡിസ്റ്റർബൻസ് ഒന്നും ആയില്ലല്ലോ? ഓക്കെ സാർ, താങ്ക് യു. ഞാൻ എന്താ സാർ എഴുതേണ്ടത്?
എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ. കുട്ടിയുടെ പേരെന്താ? ഗായത്രി. ഗായത്രിക്ക് അഭിപ്രായങ്ങളുണ്ടോ? തീർച്ചയായും. എന്ത് കാര്യത്തിലും എനിക്ക് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുമ്പോൾ ജീൻസും ഷർട്ടും ധരിക്കണം എന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു? ഞാന് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇടയ്ക്ക് കയറി ഒന്നും ചോദിക്കരുത്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരോടും പറയരുത്. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ പണം തരും. പണമൊന്നും എനിക്ക് വേണ്ട സർ. ഗായത്രി, ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ പോക്കറ്റിലെ പണം എൻ്റെ പോക്കറ്റിലേക്ക് മാറ്റാനുള്ളൊരു വിനോദമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നത്, കോക്ടെയിൽ പാർട്ടി നടത്തുന്നത്, ലൈറ്റ് നൈറ്റ് ഡിന്നറിന് പോകുന്നത്. നമുക്ക് തുടങ്ങാം. സർ, ഒരു സംശയം. സാർ പറയുന്നു, ഞാൻ എഴുതുന്നു. അതൊരു പുസ്തകമായി ഞാൻ കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം നമുക്ക് ആർക്കെങ്കിലും ഒന്ന് സമർപ്പിക്കണ്ടേ? ഒന്നെങ്കിൽ അമ്മയ്ക്ക്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, അതും അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും. എഴുതിക്കോളൂ. ഒരിക്കൽ മാത്രം കിട്ടുന്ന ജീവിതത്തെ കണ്ടവന്മാരുടെ എല്ലാം അഭിപ്രായങ്ങൾക്കനുസരിച്ച് വെട്ടിയും നുറുക്കിയും വികൃതമാക്കി അവശേഷിക്കുന്ന കഷണവുമായി എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാൻ കഷ്ടപ്പെടുന്ന ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യാത്മാക്കൾക്ക് വേണ്ടി ഞാൻ ഈ കഥ സമർപ്പിച്ചുകൊള്ളുന്നു. പണ്ട് 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 ഒരിടത്തൊരിടത്തൊരിടത്ത്
വിഷം തന്നെ വിളമ്പും വിഷുക്കണി പൊന്നും മഞ്ഞത്തിടമ്പേ വിഷത്തിനും വിഷം തന്നെ വിളമ്പും വിഷുക്കണി പൊന്നും മഞ്ഞത്തിടമ്പേ അഷ്ടവിരോഹിണി ഇഷ്ടവിരുന്നു നുണഞ്ഞിടാ ശിഷ്ടവസന്ത വിനോദ വിഹാരമണഞ്ഞിടാ നീലക്കണ്ണാ നീലകൃഷ്ണ ഗോപാലകൃഷ്ണ വരൂ എന്നും കൊള്ളും നീ എന്നുള്ളിൽ വെണ്ണക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ കടമ്പുമേലേറിച്ചാടും കുറുമ്പൻ മടിയൻ ഒരു പിടി അവിനിൽ കൊതിയൻ തരുണികൾ നടുവിൽ നടനമാടും ശിങ്കാരക്കുഴമ്പൻ മനസ്സുകൾ വിരൽത്തുമ്പിൽ കൂടയാ പിടിച്ചെടുപ്പിന്റെ കണ്ണനുയർത്തു മനസ്സുകൾ വിരൽത്തുമ്പിൽ കൂടയാ പിടിച്ചെടുപ്പിന്റെ കണ്ണനുയർത്തു നിഴൽ പോലെ എത്തും രാധയരികിൽ മിഴിയിണ നനയാതെ തുണയ്ക്കൂ പത്തു കൊടുക്കുകിലായിരമേകും ഗോമാത പണ്ടു കൊടുത്തതു പിന്നെ ലഭിക്കും കാർവർണ ചേലക്കള്ള നീലകൃഷ്ണ ഗോപാലകൃഷ്ണ വരൂ മണ്ണും കല്ലും വാരി തിന്നും കള്ളക്കണ്ണ മായക്കണ്ണ പശുക്കളെ കാക്കും കാക്കക്കാറുമ്പ കുറുമ്പ ഒന്നും തോന്നരുത്. ചില മണ്ണിൽ മാത്രം തഴച്ചു വളരുന്ന ചെടികളുണ്ട്. വളവും വെള്ളവും തേടി പറിച്ചു നട്ടാൽ വാടിക്കരിഞ്ഞു പോകും. ഞാൻ പഠിത്തമില്ലാത്ത വെറും പലിശയ്ക്ക് കൊടുപ്പുകാരനാ. അവൻ എനിക്ക് ജനിച്ച മോനാ. ഞാൻ അവനെ വലിയ പഠിപ്പുകാരനാക്കും. മാഷ് ഒത്തിരി പഠിപ്പുള്ളയാളാ. ഇംഗ്ലീഷ് സ്കൂളിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ മാഷിനോട് പറഞ്ഞിട്ടുണ്ട്. മാഷ് അത് അന്വേഷിച്ച് നാളെ എഴുത്തു കൊടുത്തയക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജനിച്ച കുഞ്ഞിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഒരു മാഷാണോ? എന്നെ ഉപദേശിക്കൊന്നും വേണ്ട. ഇത് രാത്രിയാ, കിടക്കാനുള്ള നേരം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം. ഇനിയും വിശദീകരിച്ച് പറയണോ? കിടക്കാൻ നോക്ക്. ഞാൻ മോനെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരട്ടെ? എന്തിന്? ഈ പ്രായത്തിൽ അവൻ ഒറ്റയ്ക്ക്. എനിക്ക് നിന്നോടൊപ്പം കിടക്കുന്ന ഇഷ്ടം. അതിനിടെ ഈ കുട്ടിയും ആരും വേണ്ട. ഇഷ്ടമില്ലെങ്കിൽ അവനോടൊപ്പം പോയി കിടക്ക്. നീ ചെല്ലങ്ങോട്ട്, അദ്ദേഹം വിളിക്കുന്നു. ഞാനില്ല, കൊച്ചമ്മ അവിടെ ഉണ്ട്. നീ ചെല്ലുമ്പം കൊച്ചമ്മ അവിടെ നിന്ന് പോകും, അല്ലെ അദ്ദേഹം പോക്കും. ചെല്ല് ചെല്ല്. ആ ആ ഒന്നൂടെ. മണിക്കുട്ടാ, ദേവാ, വല്യമ്മേ, മോന് കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാഷ് തന്നയച്ചതാ. ആ നമുക്കേ പൂവാലി പശുവിന്റെ അടുത്തേക്ക് പോണ്ടേ? പശുവിന് പുല്ലിട്ട് കൊടുക്കണ്ടേ? വേലായുധൻ നായർക്ക് ഗോപാലകൃഷ്ണന്റെ കാര്യം ഞാൻ വളരെയേറെ ആലോചിച്ചു. ഇന്നത്തെ കാര്യമല്ല,
10 വർഷം കഴിഞ്ഞുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടുത്തെ കന്നുകാലികൾക്കിടയിൽ കിടന്ന് നശിച്ചു പോകാതെ അന്തസ്സുള്ള അന്തരീക്ഷത്തിൽ പഠിച്ചു വളരട്ടെ. അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ കോൺവെന്റിലെ സിസ്റ്റർ തന്നെ വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോകും. ഗോപാലകൃഷ്ണന് ശോഭനമായ ഒരു ഭാവിയുണ്ട്. അവന്റെ സർവ്വവിധ ഉയർച്ചയ്ക്കും പ്രാർത്ഥനയോടെ, സ്വന്തം മൊയ്തുമാഷ്. ഇംഗ്ലീഷ് പഠിച്ച് വലിയ സായിപ്പായിട്ട് വരുമ്പം ഈ നിക്കറുമാവനെ മറക്കല്ലേ. മോൻ വല്യമ്മോട് പറഞ്ഞല്ലോ വലുതായിട്ട് എനിക്കൊരു കാറ് വാങ്ങിത്തരുന്ന്. ആ വല്യമ്മയ്ക്ക് കാറ് വാങ്ങി കൊടുക്കും. മോൻ അമ്മയ്ക്ക് എന്ത് വാങ്ങി കൊടുക്കും? അമ്മയ്ക്കൊന്നും വേണ്ട മോനെ. എന്നും എവിടെയായിരുന്നാലും എന്റെ മോൻ നന്നായിരുന്നാൽ മാത്രം മതി. കാപ്പിയോ? ശരി. ഹലോ. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പതിവില്ലാതെ ക്യാൻറ്റീനിലേക്ക്? സാറ് TCTC SR ടെസ്റ്റിന് പോയിരിക്കുക. 1 മണിക്കൂറാവും വരാൻ. ഒരു കോഫി. ഗായത്രിയുടെ നോട്ടത്തിൽ സാർ എങ്ങനെയുണ്ട്? അത് നിങ്ങൾ ഡോക്ടർമാർക്കല്ലേ അറിയൂ. ഞങ്ങൾ ഡോക്ടർമാർക്ക് ശരീരത്തിന്റെ കാര്യമല്ലേ അറിയൂ. സാറിന്റെ കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന ഗായത്രിക്കല്ലേ അദ്ദേഹത്തിന്റെ മനസ്സറിയൂ. He's a great man. എന്തെന്ത് വലിയ കാര്യങ്ങളാ സാറ് പറയാന്നറിയാമോ? എന്നെ സംബന്ധിച്ചോളം he's an institution by himself. അത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയോ? ഞങ്ങൾ ഡോക്ടർമാരോട് അറിയണ്ടേ? പറയൂ, ഗായത്രിയുടെ സാറിന്റെ കഥ ഞങ്ങളോട് അറിയട്ടെ. സോറി, ഞാൻ പറയില്ല. ഞാൻ സാറിന് വാക്ക് കൊടുത്തു പോയി, ആരോടും പറയില്ലെന്ന്. വരട്ടെ. കോഫി. എന്താ സാർ രാവിലെ കയ്യിൽ പൂവൊക്കെ ആയിട്ട്? പൂവും എൻ്റെ ഈ മുഖവുമായി ചേരുന്നില്ലല്ലേ? ശരിയാ. പൂവെന്ന് പറയുന്നത് പ്രേമത്തിന്റെ സിമ്പലാണ്. ഗായത്രി പ്രേമിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല സാർ. എന്തിനാ പ്രേമത്തെ പേടിക്കുന്നത്? ഒരിക്കൽ കിട്ടുന്നതാണ് മനുഷ്യജന്മം. ആ ജന്മം തീരും മുമ്പ് എൻ്റെ അഭിപ്രായത്തിൽ ഗായത്രി ഒരിക്കലെങ്കിലും പ്രേമം എന്തെന്നറിഞ്ഞിരിക്കണം. പ്രേമം വർണ്ണിക്കാനാവാത്ത വികാരമാണ്, വരയ്ക്കാനാവാത്ത ചിത്രമാണ്, ഒരിക്കലും പാടിത്തീർക്കാനാവാത്ത മധുരഗീതമാണ്. സാറ് പ്രേമിച്ചിട്ടുണ്ടോ? വെള്ളം. ഇതെന്താടിരാതെ പതിവില്ലാതെ ഉള്ളൊരു നിറവും തലയില് കൊറേ പൂവും. ഒന്നുമില്ല. ഇല്ല ഇല്ല, എനിക്കറിയാം. കൊച്ചമ്പ്രാൻ കാളയിന്ന് വരണ ദിവസാണേ. അഷ്ടമിരോഹിണി ഇഷ്ടവിരുന്നു നുണഞ്ഞിടാ, ശിഷ്ടവസന്ത വിനോദ വിഹാരമണഞ്ഞിടാ. നീലിക്കണ്ണാനീല കൃഷ്ണ ഗോപാലകൃഷ്ണ വരൂ, എന്നും കുന്നും നീ എന്നുള്ളിൽ വെണ്ണക്കള്ളൻ ഉണ്ണിക്കണ്ണൻ, കടമ്പുമേലേറിച്ചാടും കുറുമ്പൻ മടിയൻ, ഒരു പിടി അവിരിൽ കൊതിയൻ, തരുണികൾ നടുവിൽ നടനമാടും ശിങ്കാരക്കുഴമ്പൻ.
മനസ്സുകൾ വിരൽത്തുമ്പിൽ കൂടയാ പിടിച്ചെടുത്തെന്റെ കണ്ണനുയർത്തു മനസ്സുകൾ വിരൽത്തുമ്പിൽ കൂടയാ പിടിച്ചെടുത്തെന്റെ കണ്ണനുയർത്തു നിഴൽ പോലെ എത്തും രാധയരികിൽ വീണ നനയാതെ തുണയ്ക്കൂ നിഴൽ പോലെ എത്തും രാധയരികിൽ വീണ നനയാതെ തുണയ്ക്കൂ 10 കൊടുക്കുകിലായിരമേകും ഗോമാത പണ്ടു കൊടുത്തതു പിന്നെ ലഭിക്കും കാർവർണ ചേലക്കള്ള നീലകൃഷ്ണ ഗോപാലകൃഷ്ണ വരൂ. ആ കളിച്ചും ചിരിച്ചൊക്കെ മതി. 4-ാമത്തെ വയസ്സ് മുതൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചത് പശുവിന്റെ ചാണകവും മൂത്രവും വരാനില്ല. നിന്റെ ഇനിയുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ മൊയ്തു മാഷുമായി ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. പോയി മാഷിനെ കാണ്. രാജ്യത്തിന്റെ ക്ഷേമത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സുധീരം പോരാടുവാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം. അല്പനിമിഷങ്ങൾക്കുള്ളിൽ നിലയവിദ്വാൻ വീണ മാഷെ, മാഷെങ്കിലും എന്നെ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഡയറി ഫാമാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ഏറ്റവും കൂടുതൽ പാല് തരുന്ന സങ്കരവർഗ പശുക്കൾ. ഇത്തരം ഒരു ഡയറി ഫാമിന് കിട്ടാവുന്ന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞു. സർക്കാരിനെ പറ്റിയൊക്കെ പറയാൻ നിനക്ക് എത്ര വയസ്സായി കുട്ടി? നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇത്രയും ബുദ്ധിമുട്ടി അച്ഛൻ ഓരോന്ന് ചെയ്യുന്നത്? എന്റെ ജീവിതത്തെ പറ്റി ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ മാഷെ? ഇതെന്താ സ്വാതന്ത്ര്യ സമരമോ മറ്റോ ആണോ? കുട്ടി, നിന്റെ ഈ പ്രായത്തിൽ തോന്നുന്നതെല്ലാം ശരിയാവണമെന്നില്ല. നിന്നെക്കാളൊക്കെ എത്രയോ ഉണ്ടവരാ ഞങ്ങള്. നീ ഈ നാട്ടിലെ ഒരു കാലിച്ചക്കനാവേണ്ടവനല്ല. നിന്നെ ഞങ്ങൾ വലുതാക്കും. നീ ഇപ്പൊ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലെത്തുമ്പോ നീ ഈ മാഷ് പറഞ്ഞത് ഓർക്കും. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പശു അത്. അതിനെ വിറ്റെന്ന് പറഞ്ഞ അവന് സഹിക്കോ? കുളമ്പ് രോഗം വന്ന് ആർക്കും പ്രയോജനമില്ലാത്ത പശു എന്ന് പറയുന്ന വിൽക്കാനുള്ളതാ. ഇറച്ചു വെട്ടുകാരന്റെ കത്തിയാര് വിധി. നല്ലത് മാത്രം ചെയ്യുക. നീ എത്ര വളർന്നാലും എന്റെ ഉണ്ണിക്കണ്ണനായിരിക്കും. നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ അവന് തൊഴുത്തിന് വിട്ടും വായി നോക്കി കറങ്ങിടക്കാൻ തോന്നുന്നത്. ആ മൊയ്തുമാഷ് എത്ര ശ്രമിച്ചിട്ടായി ശരിയായെന്നറിയോ? അതും എത്ര കാശ് മുടക്കിയിട്ട്. പ്ലെയിൻ ടിക്കറ്റ്. ഈ പഞ്ചായത്തിൽ നിന്ന് ആദ്യമായി പ്ലെയിനിൽ കയറി പഠിക്കാൻ പോണ നീയാ. വടക്കേ 4 വീട്ടിലേക്ക് വരുമോ? എനിക്ക് കാണണം. അപ്പോ നാളെ പറക്കാൻ പോവാണല്ലേ? എത്ര പറഞ്ഞാലും എങ്ങോട്ടൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു വരും. എനിക്ക് പോണമെന്നില്ല. അല്ല, പോണം. അച്ഛൻ പറഞ്ഞ പോലെ ഒത്തിരി ഒത്തിരി വലിയ ആളാവണം. ഞാനൊരു കാര്യം പറയട്ടെ.
Fasten your seat belts, please. ഓർമ്മയുണ്ടോ ഈ വടക്കേ നാലുകെട്ടിൽ എത്ര തവണ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. Welcome aboard, passengers traveling to Bombay. Our flight to Bombay will take approximately 1 hour and 45 minutes. Cabin crew ready for takeoff. ഹലോ. ജഗബേ, മനഃപൂർവ്വം നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുകയാണെന്ന് കരുതരുത്. ഞാൻ ഇന്റർനെറ്റിൽ കാര്യമായ ഒരു സെർച്ച് നടത്തി. എന്നിട്ട് പാൻക്രിയാസ് റിമൂവ് ചെയ്യാനുള്ള ഓപ്പറേഷൻ ഈ ലോകത്ത് ഏറ്റവും വിജയകരമായി ചെയ്യുന്നത് അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ് ആശുപത്രിയിലാണ്. അവിടെ പോലും ഓപ്പറേഷന് വിധേയരായ 100 രോഗികളിൽ 20 പേർ മാത്രമേ 5 വർഷമെങ്കിലും ജീവിച്ചിരുന്ന ചരിത്രമുള്ളൂ. പിന്നെന്തിനാ വെറുതെ എക്സസൈസ്? എന്തിനാ വെറുതെ തോക്കി കയറി വെടിവെക്കുന്നത്? നിങ്ങൾ താഴോട്ട് സെർച്ച് ചെയ്ത് നോക്കണം. ഓപ്പറേഷന് വിധേയരാകാത്ത രോഗികളെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയുള്ള 100 രോഗികളിൽ 3 പേര് മാത്രമേ 5 വർഷം ജീവിച്ചിരുന്നിട്ടുള്ളൂ. 20 എന്തായാലും 3-നേക്കാൾ ഭേദമല്ലേ ഡോക്ടർ സുബ്രമണി? ഏതായാലും താൻ പുലിവാലി കയറി പിടിക്കാൻ തീരുമാനിച്ചു. ഞാൻ എന്ത് പറയാനാ? താൻ ഒന്നും പറയണ്ട, എന്നോടൊപ്പം ഈ വാലി പിടിച്ചേ പറ്റൂ. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു മിഷനാണ്. ശരി, ആസ് എ ഫ്രണ്ട്, ആസ് എ ഡോക്ടർ ഞാൻ കൂടെ ഉണ്ടാവും. ഹലോ. ഹലോ. അമ്മച്ചിയോ? ഞാൻ ആലോചിക്കായിരുന്നു എന്താ അമ്മച്ചി വിളിക്കാത്തതെന്ന്. അല്ല, സാധാരണ സുബ്രഹ്മണ്യ വിളിക്കുമ്പോഴൊക്കെ ആണല്ലോ അമ്മച്ചിയും വിളിക്കാറ്. സുബ്രഹ്മണ്യ ഇപ്പൊ വിളിച്ചു വെച്ചോളൂ. കല്യാണക്കാരിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചി 3 മാസം കഴിട്ടെന്ന്. 3 മാസം കഴിഞ്ഞ് അമ്മച്ചി എവിടുന്നെങ്കിലും നല്ലൊരു പെണ്ണിനെ തപ്പിപ്പിടിച്ചു വെച്ചോ, ഞാൻ അവളുടെ ജീവിതം തൊലച്ച് കൈത്തരാം. പോരെ? മൂന്ന് തീയതികളാണുള്ളത്. നല്ല മുഹൂർത്തം നോക്കണം. എന്തിന്? കല്യാണത്തിന്റെ മുഹൂർത്തത്തിന്. ആരുടെ കല്യാണം? ആരുടെയോ? ഞാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ഇനി തീയതി നിശ്ചയിക്കേ വേണ്ടു. ഈ നാട് നടക്കുന്ന കല്യാണമായി ഞാൻ നടത്തും. പഠിത്തമില്ലാത്ത പലിശക്കാരന്റെ മോന്റെ കല്യാണം നാട്ടുകാരൊന്ന് കാണട്ടെ. ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. എങ്ങാനും ഒരുപക്ഷെ അവൾ മരിച്ചുപോയാൽ പിന്നെ അവളുടെ എണ്ണഛായാപടം കെട്ടിത്തൂക്കിയിട്ട് അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വീട്ടുവേലക്കാരിയെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് അറപ്പ് തോന്നും. അതൊക്കെ ചിലപ്പോൾ നടന്നിരിക്കും. നാഴികയ്ക്ക് 40 തോട്ടം വലിച്ചുകൊണ്ടിരുന്ന ഒരു ആസ്മാരോഗിയുടെ ഭർത്താവ് ഇതൊക്കെ തന്നെ ചെയ്യും. എന്റെ അമ്മ മരിച്ചുപോയത് ഭാഗ്യം. നീ തല്ലി, നീ അച്ഛനെ തല്ലിയല്ലേ? പേടിക്കണ്ട മോനെ, പലിശ അടക്കം തിരിച്ചു കിട്ടും.
എങ്കിലോ ജാമ്പവാനും അരുൾ പുത്രനും അങ്കദൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജവർണ്ണേന വാക്കെട്ടി വാരിയും പൂജിച്ചു കൊണ്ടുവരികയെന്നയച്ചോരാളവർ കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം പുണ്യനദീജലം പുഷ്കരമാതിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ ദർശനേ ശത്രുക്കനനുമാമത്യൗഖവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. എള്ള് പൂവ് ചന്ദനം എടുത്ത് പിണ്ടിക്കകത്തിട്ട് 3 പ്രാവശ്യം പ്രോക്ഷിക്കുക. എന്നിട്ട് ദർഭ കയ്യിൽ വയ്ക്കുക. 2 കൈയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് അച്ഛനെ നല്ലതുപോലെ മനസ്സുകൊണ്ട് ധ്യാനിച്ചിട്ട് പറയണം: വേലായുധനായർ നാമധേയത്തോടുകൂടി ഇഹലോകവാസം വെടിഞ്ഞു പോയ പിതാവിൻ്റെ ഭൗതിക ശരീരം ദഹനാദി കർമ്മങ്ങൾക്കു ശേഷം ഇന്നു വരെയുള്ള ക്രിയാദികൾ യഥാവിധി നടത്തുമ്പോൾ ആവാഹിച്ചിരുത്തുന്നതിനുള്ള പീഠം സമർപ്പയാമി. മുഖത്ത് 3 പ്രാവശ്യം ഒഴിഞ്ഞു വയ്ക്കുക. ഗോപാലകൃഷ്ണ, നീ എന്താ ഗോപാലകൃഷ്ണ ഈ പറയുന്നത്? പറ്റിപ്പോയി മാഷേ. എന്റെ അമ്മയെ പറ്റി എങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അത് ശരി, പക്ഷെ അടിച്ചത് സ്വന്തം അച്ഛനെയാ. അതാണ് എന്റെ പ്രോബ്ലം. ഇപ്പൊ കിടന്നാൽ ഉറക്കം വരില്ല, ഒന്നിനൊരു സമാധാനമില്ല. മാഷേ, നമ്മുടെ നാട്ടിലെ ഒരുപാട് പൂജകളും മന്ത്രങ്ങളൊക്കെ ഇല്ലേ? ഇതിന് വല്ല പരിഹാരമുണ്ടോ? പണം എത്ര ഞാൻ മുടക്കാം? അച്ഛനെ തല്ലിയിട്ട് പണം മുടക്കാന്ന്? ഒരു പൂജയ്ക്കും ഒരു മന്ത്രത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണമല്ലോ മാഷെ. അതെ, അച്ഛൻ എന്തു പറഞ്ഞപ്പോഴാ നീ തല്ലിയത്? എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണക്കാര്യം പറഞ്ഞ് ഞാൻ വല്ലാതെ ഡ്രങ്കുമായിരുന്നു. പ്രായശ്ചിത്തമായിട്ട് നിനക്കൊന്നേ ചെയ്യാൻ കഴിയൂ. മരിച്ചുപോയ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റുക. ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുക. അച്ഛൻ്റെ ആത്മാവിന് അങ്ങനെയെങ്കിലും ശാന്തി കിട്ടട്ടെ. ആലോചിക്കാനൊന്നുമില്ല, ഈ വിവാഹത്തിന് അങ്ങോട്ട് സമ്മതിക്കുക. അങ്ങനെ ഒന്നും ആലോചിക്കാതെയാണ് ഓരോരുത്തരും കല്യാണം കഴിക്കുന്നത്. ആരുടെയൊക്കെയോ ആത്മാക്കളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി. ഒരിക്കലും ശരിപ്പെടില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും കെട്ടുതാലി കൊണ്ട് കോർത്തിണക്കാമെന്നുള്ള വ്യാമോഹം. ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കുമ്പോൾ എന്നോടൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം മനസ്സിൽ കാണുകയായിരുന്നു എൻ്റെ ഭാര്യ. മനസ്സിൽ നിറയെ പ്രതീക്ഷകളുമായി എല്ലാ ഭാര്യമാരെയും പോലെ ആദ്യ രാത്രിയിൽ നിറഞ്ഞ നാണത്തോടെ മൗനത്തോടെ എനിക്ക് വേണ്ടി അവൾ കാത്തിരുന്നു. ഒത്തിരി ഫിലിംസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റിൽ ഹസ്ബൻഡ്സ് ജുബയൊക്കെ ഇട്ട് ചന്ദനക്കുരയൊക്കെ തൊട്ട്
വൈഫ് മുല്ലപ്പൂ വെച്ച് നാണിച്ച് തല കുലിച്ച് ഇങ്ങനെ, പിന്നെ കുറെ സെറ്റ് ഡയലോഗ്സ്. എന്താ നാണമാണോ? എന്നെ ഇഷ്ടമായില്ലേ? അതോ നാക്കില്ലേ? I just don't like all this nonsense. Hey, you have good eyes, good lips, good shape. Idea. I have some special costumes with me. Shall I try it on you? We will celebrate. You won't? You can't? Get out. മോളെ, ഇന്നലെ വരെ നീ ഞങ്ങളുടേത് മാത്രമായിരുന്നു. ഇന്ന് നീ ഒരു ഭാര്യയായി. ഈ നിമിഷം മുതല് നിന്റെ എല്ലാം ഭർത്താവാണ്. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഭർത്താവിനുണ്ടായേക്കാം. എല്ലാം സഹിച്ചും കണ്ടും മുന്നോട്ട് പോകേണ്ടത് നിന്റെ സാമർഥ്യമാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നിന്റെ അച്ഛന്റെ ദുശീലങ്ങളെ അമ്മ സഹിക്കണം നീ കാണുന്നില്ലേ? എന്തുകൊണ്ട്? നല്ലതായാലും ചീത്തയായാലും മോളെ, ഭർത്താവിന് പകരം ഭർത്താവ് മാത്രമേ ഉള്ളൂ. Get out. എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാണ്. വേഷം തരൂ. So sweet. Love, you look really cute in this costume. Now let's go round and round. So sweet. Love, love. Sit down here. ഫിലിപ്പൈൻസിലെ മറിയും ഇതുപോലെ ഡ്രസ് ഇടാൻ പറഞ്ഞപ്പോ ആദ്യമൊക്കെ എന്ത് എതിർപ്പായിരുന്നു. പക്ഷെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മൂടായപ്പോ നിന്നൊക്കെ സ്മാർട്ടായി.
കണ്ണാലീല കൃഷ്ണ ഗോപാലകൃഷ്ണ വരൂ എന്നും കൊള്ളും നീ എന്നുള്ളിൽ വെണ്ണക്കള്ളൻ ഉണ്ണിക്കണ്ണൻ കടമ്പുമേലേറിച്ചാടും കുറുമ്പൻ മടിയൻ ഒരു പിടിയവിനിൽ കൊതിയൻ തരുണികൾ നടുവിൽ നടനമാടും ശിങ്കാരക്കുഴമ്പൻ മനസ്സുകൾ വിരൽ തുമ്പിൽ കൂടയാ പിടിച്ചെടുപ്പിന്റെ കണ്ണനുയർത്തു മനസ്സുകൾ വിരൽ തുമ്പിൽ കൂടയാ പിടിച്ചെടുപ്പിന്റെ കണ്ണനുയർത്തു നിഴൽ പോലെ എത്തും രാധയരികിൽ മിഴിയിണ നനയാതെ തുണയ്ക്കൂ നിഴൽ പോലെ എത്തും രാധയരികിൽ മിഴിയിണ നനയാതെ തുണയ്ക്കൂ പത്തു കൊടുക്കുകിലായിരമേകും ഗോമാത പണ്ടു കൊടുത്തതു പിന്നെ ലഭിക്കും കാർവർണ ചേലക്കള്ള നീലകൃഷ്ണ ഗോപാലകൃഷ്ണ വരൂ എന്നും കുന്നും നീ എന്നുള്ളിൽ വെണ്ണക്കള്ളൻ ഉണ്ണിക്കണ്ണൻ കടമ്പുമേലേറിച്ചാടും കുറുമ്പൻ മടിയൻ ഒരു പിടിയവിനിൽ കൊതിയൻ തരുണികൾ നടുവിൽ നടനമാടും ശിങ്കാരക്കുഴമ്പൻ മണ്ണും കല്ലും വാരിത്തിന്നും കള്ളക്കണ്ണമായ കണ്ണ പശുക്കളെ കാക്കും കാക്കക്കറുമ്പ കുറുമ്പ മോളെ നിനക്കറിയാലോ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 2 വർഷത്തിൽ കൂടുതലായി. പരിഷ്കാര ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് കുട്ടികളുണ്ടായാൽ മതിയെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ 2 ബൈപ്പാസ് കഴിഞ്ഞോളാ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഒരു പേരക്കുട്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നത് വലിയ അപരാധമൊന്നും അല്ലല്ലോ. എന്താ മോളൊന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് ചെയ്യാനമ്മേ? ഒരുമിച്ച് ഒരു മുറി കിടന്നുറങ്ങാതെ ഹലോ ഹലോ രാത്രിയിൽ വേണമെങ്കിൽ 1-2 പെഗ് കഴിച്ചോളൂ. അല്ലാതെ ഇങ്ങനെ വേണ്ട, ഉപദേശം എനിക്ക് ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോ വെത്തലവാക്കടക്കം അവിടത്തേക്ക് വരാം. ഗോപാൽ അല്ല, ഗോപാലകൃഷ്ണൻ. ഞാൻ മനസ്സിൽ കണ്ട ഒരു ജീവിതം ഉണ്ടായിരുന്നു. അതിന്റെ താളമൊക്കെ തെറ്റി. എന്റെ തെറ്റ് എന്താണെന്ന് പറഞ്ഞു തന്നാൽ. നിന്റെ തെറ്റല്ല, നീയാണ് തെറ്റ്. ഒരു തെറ്റും ശരിയാക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം തെറ്റ് തെറ്റ് തന്നെയാണ്. Hello, Peter. How are you? Fine. Come sit. Congratulations, Gopal. Why? I spoke to the German parties about your dairy farm. Really? Yeah, and therefore it. Excellent. We must celebrate this occasion, okay? Bama, you see, right from the beginning, I had a feeling that I will definitely win this game. Come. Mr. Peter. Hello. എങ്ങനെയാ പ്രിയപ്പെടുത്തേണ്ടത്? ആസ് എ ഫ്രണ്ട്,
ആസ് എ ബിസിനസ് പ്രൊമോട്ടർ ഓർ എ കോ സ്പോൺസർ? ആസ് യു വിഷ്. റൈറ്റ്. ഭാമ എങ്ങനെ പരിചയപ്പെടുത്തേണ്ടത്? ഭാര്യയെന്നോ ഭാഗ്യമെന്നോ അതോ സൗന്ദര്യമെന്നോ? ഭാര്യയും ഭാഗ്യവും ചേർന്ന സൗന്ദര്യം. There you are. Pama, today night we are going to dine out with Peter. Okay? Come on, get ready fast. Come on, quick. That day, I was really expecting a phone call. ഇങ്ങനെ കുറെ ജന്മങ്ങളുണ്ട് മനുഷ്യന്റെ ഉറക്കം കെടുത്ത്. രാത്രി 2 മണിയാലും വീട്ടിൽ പോകില്ല. അയാൾ എത്ര അടിച്ചു കയറ്റിയെന്ന് അറിയാമോ? Peter, you are great. എൻ്റെ ഡയറി ഫാം എന്ന് പറയുന്നത് എൻ്റെ ഡ്രീമാണ്. ഞാനിപ്പോ വരാം. Here it is. You are really a great man. Excuse me. ഡയറി പോകുന്ന ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ഫുൾ പ്രോജക്ട് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ഫുൾ പ്രോജക്ട് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. വേറെ നമുക്ക് ഒരു ഡ്രിങ്ക് കൂടെ കഴിക്കാം. മിസ്സിസ് ഗോപാലകൃഷ്ണൻ ഒരു ഡ്രിങ്ക് കഴിച്ചാൽ ഞാനും കഴിക്കാം. കഴിക്കും കഴിക്കും. മിസ്സസ് ഗോപാലകൃഷ്ണനെ കഴിക്കും. Cool down, cool down, cool down. It's too late. Let's go home. Please. Mama. You insulted Peter. You know that? ഒരു കുഞ്ഞിൻ്റെ ജനനമെന്ന് പറയുന്നത് ധന്യമായ ഒരു പൂജയാണ്. നല്ല ചിന്തകളും വികാരങ്ങളും കൊണ്ട് ധന്യമാകേണ്ട പൂജ. പക്ഷേ എൻ്റെ 3 കുഞ്ഞുങ്ങളും എനിക്ക് കുടിച്ചു ബോധം നശിച്ചപ്പോൾ അറിയാതുണ്ടായവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ സ്നേഹിക്കാനായില്ല. I am a failure as a father.
ഗായത്രിക്കറിയാമോ, വിവാഹ ജീവിതമെന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗെയിം. ആദ്യ പകുതിയിലെ 10 വർഷമേ ഉള്ളൂ ഭർത്താവിൻ്റെ മീശ വിരിക്കലും കൈചുരുട്ടലും ഒക്കെ. ഭാര്യ അമ്മയാകുന്ന നിമിഷം മുതൽ സമയം അവൾക്ക് അനുകൂലമായി മാറും. ആമയും മുയലും തമ്മിലുള്ള ഓട്ടമത്സരം കേട്ടിട്ടില്ലേ? ഇഴഞ്ഞിഴഞ്ഞ് ഒടുവിൽ ആമ മുയലിൻ്റെ മുന്നിലേക്ക് കയറും. എൻ്റെ ഭാര്യയും അങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് മുന്നിലെത്തി തുടങ്ങി. മമ്മിയാണ് ഡാഡി എങ്ങനെ ആക്കിയത്? ഡാഡി പറയുന്നതല്ല മോളി കേട്ടു, പറഞ്ഞിടത്തല്ല ഒപ്പിട്ട് കൊടുത്തു. ഒരു ഡയറി ഫാം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഡാഡി എത്ര ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഉണ്ടാക്കിയത് മമ്മിക്ക് അറിയാമോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എല്ലാം അറിയുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും പെട്ടെന്ന് എതിർത്ത് പറഞ്ഞാൽ? എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. ഇപ്പോ തന്നെ കപ്പൽ മുക്കാലും മുങ്ങിക്കഴിഞ്ഞു. മുഴുവനും മുങ്ങിത്താഴുന്നതിന് മുമ്പ് മമ്മി തിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ എന്നെ ആരും ഉപദേശിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഡാഡ്, ഞാൻ പറയുന്നത് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? മക്കൾ നമ്മളോട് വളർന്നാൽ പിന്നെ കുറച്ചൊക്കെ നമ്മളും കേൾക്കണ്ടേ? എനിക്കറിയാം, നിങ്ങളൊരു ഗ്യാങ്ങാണ്, അമ്മയും മക്കളും. ആരെല്ലാം ഒരുമിച്ച് എതിർത്താലും ഞാൻ എന്റെ ഡയറി ഫാം തുടങ്ങും. ഇത്രയും കാലം എന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ച് ഞാൻ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. പക്ഷേ എനിക്ക് എന്റേതായ ഒരു സ്വപ്നമുണ്ട്. അതാണ് ഡയറി ഫാം. അത് ഞാൻ നടത്തും. ശംഭു പറയുന്നത് അതിന്റെ പിന്നിലുള്ള പ്രശ്നങ്ങളാണ്. പ്രശ്നം എന്ന് പറഞ്ഞ എന്നെ ആരും പേടിപ്പിക്കരുത്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ തരണം ചെയ്യും. മമ്മി ബ്രിട്ടീഷ് ബാങ്കിലെ മാനേജർ ഒന്ന് കാത്തിക്കുന്നു. ഓവർ ഡ്രാഫ്റ്റിന്റെ കാര്യം പറയാനാ. രാവിലെ മുതൽ ഓഫീസിൽ ഫോണോട് ഫോണാ. ഡാഡിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. മാനേജർക്ക് കാണണമെന്ന്. എനിക്ക് കാണണ്ട. അയാൾ ഇവിടെ വന്നത് സ്നേഹം കൊണ്ടല്ല, കാശിന്റെ കാര്യം പറയാൻ. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ത് പ്രശ്നവും തരണം ചെയ്യുമെന്ന് അല്പം മുമ്പ് പറഞ്ഞല്ലോ. അയാൾക്കൊരു കൾച്ചറില്ല, സ്റ്റാൻഡേർഡ് ഇല്ല, ഒരു പേഴ്സണാലിറ്റി ഇല്ല. ഞാനിപ്പോ എന്ത് ചെയ്യണം? ഗോപാലകൃഷ്ണൻ ഉണ്ടെന്ന് പറയണോ? ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് പറയണോ? ഗോപാലകൃഷ്ണൻ ഇല്ലെന്ന് പറയണോ? എനിക്കിപ്പോ മനസ്സിലായി. പ്രശ്നം ഉണ്ടാക്കുക എന്നത് ഭർത്താവിന്റെ ജോലി, അത് പരിഹരിക്കുക എന്നുള്ളത് ഭാര്യയുടെ ജോലി. ഇത്രയും കാലം ഗോപാലകൃഷ്ണൻ വണ്ടി ഓടിച്ചില്ലേ? മതി, ഇനി ഞാൻ ഓടിക്കാം. എന്റെ ജീവിതം തീർന്നു. പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടാകാൻ വേണ്ടി കഴിക്കുക, അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടി പുതിയ ഐഡിയ ഉണ്ടാക്കുക. എന്നിട്ട് വൃന്ദാവനവും ദ്വാരകയും ഉണ്ടാക്കുന്ന പറയാം. അത് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക. ഇനി നിങ്ങളാണ് മമ്മയുടെ ആശ്രയം.
ഗോപാലകൃഷ്ണനിൽ നിന്നും ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല. നിങ്ങളെങ്കിലും ഡാഡിയുടെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. This is the last and final call for passengers proceeding to Mumbai. എന്താ മോള് മിണ്ടാതിരിക്കുന്നേ? മമ്മി ചെയ്ത തെറ്റാ. എന്ത് തെറ്റ്? ഡാഡിയല്ലേ എല്ലാം നേടിത്തന്നത്. ഡാഡിക്കൊരു വീഴ്ച വന്നാ മമ്മി കൂടെ നിൽക്കേണ്ടതല്ലേ? മമ്മി ഒരുപാട് കൂടെ നിന്നതാ. ആർക്കും ഒരു പരിധിക്കപ്പുറം കൂടെ നിൽക്കാനാവില്ല. നാളെ നീ ഒരു ഭാര്യയാവുമ്പോ, അമ്മയാകുമ്പോ നിനക്കത് മനസ്സിലാവും. ശംഭുവിടെ? ശംഭു മദ്രാസിന് പോയി, അരുൺ ബാംഗ്ലൂരിനും. നാളെ രണ്ടിടത്തും കേസിന്റെ ഹിയറിംഗാ. ഞാനവരെ എയർപോർട്ടിലാക്കിയിട്ടാ വരുന്നത്. അപ്പൊ ഇതൊന്നും ഞാൻ അറിയണ്ടേ? മിസ്റ്റർ ഗോപാൽ അറിഞ്ഞിട്ട് എന്താ? നേരത്തെ ബാങ്ക് മാനേജർ വന്നത് ഗോപാൽ അറിഞ്ഞോ? വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ കൊച്ചാക്കാണ്. ആരും ആരെയും കൊച്ചാക്കുന്നില്ല. വിചാരിച്ചാലും ആവില്ല. ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ എപ്പോഴും ഉണ്ടാവും. അതിൽ തളരാൻ പാടില്ല. ഞാൻ തളർന്നു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ തളർത്തി. ഇന്ന് വരെ നിങ്ങൾ ആരും എനിക്ക് സമാധാനം തന്നിട്ടില്ല. ഉണ്ടോ? സ്നേഹം തന്നിട്ടില്ല. ഉണ്ടോ? എന്തിന്? ഒരു ഭാര്യ എന്ന നിലയിൽ മതിയാവളം സെക്സ് തന്നിട്ടില്ല. ഉണ്ടോ? അല്ല, ഗോപാലകൃഷ്ണൻ. ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നി. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും 3 കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടും ഗോപാൽ പറയുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന്. എന്റെ മനസ്സിൽ തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തിരിച്ചെടുക്കില്ല. വേണ്ട, തിരുത്താൻ ഞാൻ തയ്യാറാണ്. സെക്സിന് പോലും കൊള്ളാത്ത ഒരു ഭാര്യയായിട്ട് ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇന്നെങ്കിലും ഗോപാലിന് മതിയാവോളാവട്ടെ. ഗോപാൽ, ഇത് മാത്രമേ ഗോപാലിന് കഴിയൂ. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, താങ്കളെ പറ്റി എനിക്ക് ബഹുമാനമുണ്ട്. എന്നാൽ ഈ ഫൈനാൻസ് കമ്പനി എന്റെ മാത്രമല്ല, ഇതിനൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അവരുടെ തീരുമാനങ്ങളും എനിക്ക് അനുസരിച്ചേ പറ്റൂ. മിസ്റ്റർ ജഗന്നാഥൻ, ബിസിനസ്സിലെ അപ്സ് ആൻഡ് ഡൗൺസ്
നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്പം കൂടി സാവകാശം വേണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. സാവകാശം എന്ന് പറഞ്ഞാൽ 65 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള സാവകാശമാണ്. വാങ്ങിയപ്പോ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അവധി കഴിഞ്ഞ് 2 വർഷമായി. അതിൽ പിന്നെയാണല്ലോ ഈ വീഴ്ച. മിസ്സസ് ഗോപാലകൃഷ്ണൻ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങളിപ്പോ ഈ മുന്തിരി കഴിക്കണം. വേണ്ട. പ്ലീസ് കഴിക്കുന്നേ. താങ്ക് യു. വെൽക്കം. പിന്നെ എനിക്ക് ഒരാഴ്ചത്തെ സാവകാശം തരൂ. സെറ്റിൽമെന്റിനുള്ള ഡേറ്റ് ഞാൻ പറയാം. ആ ഡേറ്റ് ഒരിക്കലും മാറില്ല. ഇങ്ങനെ പറഞ്ഞാണ് മിസ്റ്റർ ഗോപാലകൃഷ്ണനും പണം വാങ്ങിയത്. പക്ഷെ ഇപ്പൊ പറയുന്നത് ഭാമ ഗോപാലകൃഷ്ണ. നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിക്കാം. ശരി, ഇനിയും ഞാൻ വിശ്വസിക്കാം. താങ്ക് യു. വരട്ടെ. ഈ ജഗന്നാഥന്റെ ബോഡി ശ്രദ്ധിച്ചോ? ആ കൈകൾക്കൊക്കെ എന്താ മുഴുപ്പ്. ബ്രോഡ് ഷോൾഡേഴ്സ്, ഹെയറി ചെസ്റ്റ്. എന്താ വിഷമമുണ്ടോ? ഞാനൊന്നും ഫിലിപ്പൈൻസുകാരെ പറ്റി പറഞ്ഞില്ലല്ലോ. ഐ ലവ് ഇന്ത്യൻസ്. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, ഞാനിവിടെ എത്ര പേരുടെ എതിർപ്പിനെ അവഗണിച്ചാണ് നിങ്ങളോട് താല്പര്യം കാണിക്കുന്നറിയാവോ? അപ്പൊ നിങ്ങൾ എന്നോട് സഹകരിച്ചില്ലെങ്കിൽ ബെഡ് റെസ്റ്റ് ആണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ധാരണ ഭാര്യയും ഭർത്താവും എന്ന പോലെ മനോഹരമായിരിക്കണം. ഡോക്ടർ കല്യാണം കഴിക്കാത്തോണ്ടാ അതത്ര മനോഹരമൊന്നുമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒരു പേഷ്യന്റ് ആണെന്ന്. ഒരു രോഗി മനസ്സുകൊണ്ട് ഡോക്ടറുടെ മുന്നിൽ കീഴടങ്ങണം. ഞാൻ എല്ലാവരുടെ മുന്നിലും കീഴടങ്ങി കഴിഞ്ഞു ഡോക്ടർ. ഇല്ല, നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. എല്ലാം അറിഞ്ഞ ഭാവമാണ് നിങ്ങളുടെ മനസ്സിൽ. ജീവിതം ഒരുപാട് കണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്താം. അവളുടെ മനസ്സിൽ ഗ്രേറ്റ് മാൻ എന്ന ഫീലിംഗ് ഉണ്ടാകാം. പക്ഷെ എന്നെ വിട്ടേക്ക്. നിങ്ങളോട് എനിക്ക് പ്രായമില്ല. പക്ഷെ ഓർമ്മ വെച്ച കാലം മുതൽ ആഗ്രഹിച്ചെല്ലാം നടത്തിയവനാണ് ഞാൻ. ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ അന്നും ചുറ്റിൽ ആൾക്കാരുണ്ടായിരുന്നു. SSLC-ക്കും പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും റാങ്ക് വാങ്ങി. ഡോക്ടറാകാൻ ആഗ്രഹിച്ചു, MBBS എടുത്തു. ലണ്ടനിൽ പോകാൻ തീരുമാനിച്ചു, ഹയർ സ്റ്റഡീസ് നടത്തി. എന്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നിങ്ങളെ ഞാൻ ഓപ്പറേറ്റ് ചെയ്യും. ഈ മാസത്തെ കലണ്ടറിൽ 18 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക് ഓപ്പറേഷൻ. 12 മണിക്ക് നിങ്ങൾ ICUയിൽ വരും. 2 മണിക്ക് നിങ്ങൾക്ക് ബോധം തെളിയും. അവിടെ ചിരിക്കുന്ന മുഖവുമായി നിങ്ങളെ സ്വീകരിക്കാൻ ഞാനുണ്ടാവും. എല്ലാം തീരുമാനിക്കേണ്ടത് അതൊക്കെ ഒരുതരം എസ്കേപ്പിസം അല്ലേ? ഒന്നും നടന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പട്ടിലേക്ക് വെക്കുക. ഞാൻ അതിനെതിരാണ്. ചിരിക്കണ്ട. ടേക്ക് ഇറ്റ് ഫ്രം മീ. ഈ പെൺകുട്ടി എനിക്ക് ഇഷ്ടമാണ്. ഐ ലവ് ഹർ. ജാതി മതമൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാത്രി 9 മണിക്ക് എന്നെ വിളിക്കട്ടെ. സുബ്രഹ്മണി, ഹാപ്പി ന്യൂസ്. ഗോപാലകൃഷ്ണന്റെ റിപ്പീറ്റ് സ്കാൻ റിസൾട്ട്സ് വന്നു. ട്യൂമറിന്റെ സൈസ് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ. തനിക്ക് എന്നാ വിശ്വാസം വന്നിട്ടുള്ളത്? എടോ, ബ്ലഡിലെ ക്രിയാറ്റിന്റെയും യൂറിയയുടെയും ലെവൽസും കൺട്രോൾഡ് ആണ്. എന്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ സമയം? എന്തോ ഐ എം നോട്ട് വെരി ഷുവർ. എന്നാ ഒരു കാര്യം ചെയ്യാം, സ്കാൻ റിപ്പോർട്ട് ഞാൻ കൊടുത്തുവിടാം. താനൊന്ന് നോക്ക്. ഉയ്യോ, ഇന്നിനെ അങ്ങോട്ടില്ല. കാരണം എനിക്ക് 9 മണിക്ക് മുമ്പ് വീട്ടിലെത്തിയേ പറ്റൂ. മര്യാദക്കാരനായോന്നോ? മര്യാദക്കാരനാവാൻ ഒരു ശ്രമം. ഡോക്ടർ ജേക്കബ്, ഡോക്ടർ ജേക്കബ്. ആരാ സംസാരിക്കുന്നത്? മൗനമാണോ സംസാരിക്കുന്നത്? മൗനത്തിനും ശബ്ദമുണ്ടല്ലേ? എന്തിനാ വിളിച്ചത്?
വിളിക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഇപ്പൊ സംസാരിക്കുന്ന ആൾ. ദാറ്റ് ഈസ് ഡോക്ടർ ജേക്കബ്. ഡോക്ടർ ജേക്കബ് എന്താണ് പറഞ്ഞത്? 9 മണിക്ക് വിളിക്കാൻ പറഞ്ഞു. എന്നല്ല, ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇഷ്ടമാണെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. ഇഷ്ടമാണോ? ചിരി ഒരു ഉത്തരമല്ല. ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലോ. എന്നാ ഞാനൊരു കാര്യം പറയാം. തന്റെ കഴുത്തിൽ ഇടതുഭാഗത്തായിട്ടുള്ള കറുത്ത മുത്ത് താൻ അറിയാതെ ഞാൻ എത്ര പ്രാവശ്യം കട്ട് കണ്ടെന്നറിയാമോ? പരല്ലീൻ പോലുള്ള തന്റെ കണ്ണുകളെ കുറിച്ച് ഞാനൊരു 1-ാം തരം ഇംഗ്ലീഷ് കവിത എഴുതിയ കാര്യം താൻ അറിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും താൻ എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു മിനിയേച്ചർ രൂപമായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഒരു പാവക്കുട്ടി തന്നെ എന്റെ കയ്യിൽ വാരിക്കോരിയെടുത്ത് ആരോരുമില്ലാത്തൊരിടത്തേക്ക് ഹലോ. ഹലോ, ആരാ? അമ്മച്ചി, ബേബിച്ചൻ. ഞാൻ എന്റെ സുവർണ രഥത്തിൽ, എന്റെ ഇരുചക്ര വാഹനത്തിൽ നഗരമാകെ ഇളക്കി മറിക്കാൻ പോവാ. എന്റെ ശബ്ദത്തിൽ പതിവില്ലാത്തൊരു സന്തോഷമുണ്ടോ? ഉണ്ട്. എന്താ കാരണമെന്നറിയോ? എന്നാ കേട്ടോ. അമ്മച്ചി ഇനി ബേബിച്ചിന് വേണ്ടി പെണ്ണ് കാണേണ്ട. ഞാൻ കണ്ടു കഴിഞ്ഞു. അമ്മച്ചി ഇനി അവളെ ഇഷ്ടപ്പെടണമെന്നും എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. നാളെ വെളുപ്പിനെ ഇങ്ങ് പോന്നോ, അമ്മച്ചിയുടെ മരുമോളുടെ മുഖം നേരിട്ട് കാണാം. ചൂടുള്ള കാറ്റിൽ ചൂടാത്ത പൂവിൽ, ചൂടുള്ള കാറ്റിൽ ചൂടാത്ത പൂവിൽ മധുബനു മധുനുകരണമെന്നോ. ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇല്ലാത്തതെല്ലാം പിറന്നു. എന്തോ പറഞ്ഞു, എല്ലാം മറന്നു. എന്തോ പറഞ്ഞു, എല്ലാം മറന്നു. മഴവെയിലിലെ വെറും തീയല, അല്ലെങ്കിലെന്റെ ഉന്മാദഭാവം ലീലാവിനോദങ്ങളായി.
മനസ്സു മനസ്സിലുരസിയെന്നും ആശയേറി ഒടുവിലെവിടെ അടിയുമെന്നതാരറിഞ്ഞു. എന്തോ പറഞ്ഞു എല്ലാം മറന്നു മഴവെയിലെ വെറും ഈയല. തൊട്ടാലൊട്ടും മുൾക്കുരുന്നുമല്ല, ഇട്ടാൽ പൊട്ടും മൺപളുങ്കുമല്ല, അഴകു കഴുകി ഒഴുകുമാത്മശാന്തി ഗീതം, മിനുസ മനസ്സു കൊലുസണിഞ്ഞ നാട്യതാരം. എന്തോ പറഞ്ഞു എല്ലാം മറന്നു മഴവെയിലെ വെറും ഈയല. ഹലോ സുജാത സിസ്റ്റർ, ഇത് ഹോസ്പിറ്റലിൽ നിന്ന് അറ്റൻഡർ തങ്കപ്പനാണ് വിളിക്കുന്നത്. നമ്മുടെ ജേക്കബ് സാർ ഓടിച്ചിരുന്ന ബൈക്ക് ഒരു അപകടത്തിൽപ്പെട്ടു കേട്ടോ. എന്ത്? നെഹ്റു പാർക്കിന് അടുത്ത് വെച്ചായിരുന്നു. എപ്പോ? അരമണിക്കൂറായി. ICUയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ബോധം തെളിഞ്ഞിട്ടില്ല. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു. നാം വെറും അവിടുന്ന് ഓർമ്മിക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു, വയലിലെ പൂ പോലെ അത് വിരിയുന്നു. എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിന് കീഴിലാണ്. കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ
അങ്ങ് അത്യുന്നതനാണ്. അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. കൂടാരമെന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു. അങ്ങയുടെ മന്ദിരത്തിന്റെ തുലങ്ങൾ ജലത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. വാനമേഘങ്ങളെ രഥമാക്കി ഗായത്രിയുടെ മനസ്സിന്റെ വിഷമം എനിക്കറിയാം. ഇനി ഗായത്രി എന്നെ കാണാൻ വരണ്ട. ഇല്ല സാർ, ഞാൻ എഴുതും. എനിക്ക് എഴുതണം. സാറിന്റെ ജീവിതം ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അതിനുള്ള ധൈര്യമൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. സാഹസികത ഇഷ്ടപ്പെടാനാണ് എൻ്റെ മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ മറ്റാരും പഠിപ്പിക്കാത്ത പലതും ജീവിതം നമ്മെ പഠിപ്പിക്കും. കുട്ടിക്കറിയാമോ, നമ്മുടെ ജീവിതത്തിൽ പുതുതായിട്ടൊന്നും സംഭവിക്കുന്നില്ല. നടന്നത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേജുകളുള്ള മഹാഭാരതത്തിന്റെ കഥ, മണ്ണിന് വേണ്ടി കുറെ ചത്തു. രാമായണം, പെണ്ണിന് വേണ്ടി കുറെ ചത്തു. നെഞ്ചും വിരിച്ച് അഹങ്കരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. എൻ്റെ ജീവിതം തകർത്തത് ആരാണെന്ന് ഗായത്രിക്കറിയാം. ഗോപാൽ, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. വേണ്ട, ആരുടെ അഭിപ്രായം ഇനി എനിക്ക് കേൾക്കണ്ട. ഓരോരോ പ്രായത്തിൽ ഓരോരുത്തരുടെ ഉപദേശം കേട്ട് കേട്ടാ ഇങ്ങനെയൊക്കെ ആയത്. ഗോപാൽ, പ്ലീസ് ഗോപാൽ, ആരെ ഉപദേശിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ. പക്ഷേ ഗോപാൽ ഒരു സ്വപ്നജീവിയാണ്. യാഥാർത്ഥ്യങ്ങൾ കൂടി ഗോപാൽ മനസ്സിലാക്കണം. ഞാൻ ഈ ഡയറി ഫാമിന്റെ കാര്യം പറയുമ്പോഴാണല്ലോ നിങ്ങൾ യാഥാർത്ഥ്യങ്ങളുമായി പൊന്തി വരുന്നത്. ഈ ജർമ്മൻ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, മനസ്സിലാകാൻ പോകുന്നുമില്ല. എന്ത് കൊളാബറേഷൻ ആയാലും വേണ്ടില്ല, ഈ കടങ്ങളൊന്ന് തീർക്ക്. നാട്ടുകാരെ മുഴുവൻ അസൂയപ്പെടുന്ന ഈ വീട് എത്ര ബാങ്കിന്റെ പേരിലാ പണിപ്പെടുത്തിയിരിക്കുന്നെന്ന് ഗോപാലിന് അറിയാമോ? പണം വരുമ്പോ കടവും വരും, അത് സ്വാഭാവികം. പണയമെല്ലാം ഞാൻ തിരിച്ചെടുക്കും. തിരിച്ചെടുക്കും? എത്ര നാളായി ഞാനിത് കേൾക്കുന്നു. എന്നാ പിന്നെ അതൊക്കെ തിരിച്ചെടുത്തിട്ട് പോരെ ഈ കൊളാബറേഷൻ? വേണ്ട, എന്റെ തീരുമാനം ഞാൻ മാറ്റില്ല, മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഇന്നത്തെ ഫ്ലൈറ്റിന് ഞാൻ മദ്രാസിന് പോകുന്നു, വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ഡൽഹി. ഡൽഹി എന്നുള്ള കൃഷ്ണ ഗോപാലകൃഷ്ണ വരൂ, എന്നും കൊള്ളും നീ എന്നുള്ളിൽ വെണ്ണക്കള്ളൻ ഉണ്ണിക്കണ്ണൻ, കടമ്പുമേലേറിച്ചാടും കുറുമ്പൻ മടിയൻ, ഒരു പിടി അവിനിൽ കൊതിയൻ, തരുണികൾ നടുവിൽ നടനമാടും ശിങ്കാരക്കുഴമ്പൻ.
ലഭിക്കും കാർവർണ ചേലക്കള്ള നീലകൃഷ്ണ ഗോപാലകൃഷ്ണ വരും മണ്ണും കല്ലും വാരി തിന്നും കള്ളക്കണ്ണ മായക്കണ്ണ പശുക്കളെ കാക്കും കാക്കക്കാറുമ്പ കുറുമ്പ. മോളെ അമ്മ പറയുന്ന വിശ്വസിക്ക്. ഗോപാലകൃഷ്ണ സമയം അത്രയ്ക്ക് മോശ. അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടാലം വരുമോ? ഈ സമയത്ത് അരുതാത്തൊക്കെ തോന്നൂ. അതാ ഡയറി ഫോം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. നിനക്ക് മറ്റൊന്നും തോന്നരുത്. ഇപ്പോ ഗോപാലകൃഷ്ണൻ എന്തെങ്കിലും സംഭവിച്ചാ എന്ത് ബാധ്യത അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇതെല്ലാം നീ ഒറ്റയ്ക്ക് നേരിടണ്ടേ? നമ്മുടെ പരദേവതകളുടെ ശക്തി നമുക്കറിയാലോ. ഗോപാലകൃഷ്ണന് വേണ്ടി ഞാൻ 1 മാസം രക്തപുഷ്പാഞ്ജലി നടത്തി. എന്നിട്ടും ഫലമില്ലെന്ന് കണ്ടപ്പോഴാ ജാതകം നോക്കിയത്. എല്ലാ ഗ്രഹങ്ങളും ഒരുപോലെ എതിർത്ത് നിൽക്കുന്നത്രേ. ഗ്രഹങ്ങളെ തിരിച്ചു നിർത്താൻ എന്താ മാർഗമെന്ന് അമ്മ പറയേ. വെറുതെ എന്റെ വിശ്വാസം കെടുത്താതെ. ഒരൊറ്റ മാർഗേ ഉള്ളൂ. ഇത് ഗോപാലകൃഷ്ണൻ വിചാരിക്കണം. വിശദമായി എല്ലാം ഞാൻ പിന്നെ പറയാം. പക്ഷേ ഗോപാലകൃഷ്ണൻ അവിടെ പോയി തലമുണ്ടനം ചെയ്യണം. തലയൊന്ന് മുട്ടയടിക്കണം. എല്ലാ കഷ്ടകാലവും തീരുമെന്നാ പറഞ്ഞത്. എന്ത് പറയുന്നു? നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് എന്റെ മുഴുവൻ കുടുംബത്താണ് ഇരിക്കുന്നത്. ഇത്രയും വയസ്സായില്ലേ? എത്രയോ ആൾക്കാർ മുട്ടയടിക്കുന്നു. തലയൊന്ന് ഷേവ് ചെയ്താൽ എന്താ കുഴപ്പം? Then you shave your head. നീ മമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നത് മുടി കിട്ടിയല്ലേ? റിലാക്സ് ഗോപാൽ. നമ്മുടെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഒരു നിമിഷം ഗോപാൽ ആലോചിക്കുമെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. Yes, we are beggars. Glorified beggars. Beggars have no choice. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ അവസാനത്തെ പരീക്ഷണമാണ്. ഗോപാൽ ഒരു പ്രാവശ്യം തല ഷേവ് ചെയ്താൽ നമ്മുടെ എല്ലാ പ്രശ്നവും തീരും. അനുഭവമുള്ളവർ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. ഇനി ഗോപാലിന്റെ ഇഷ്ടം. ഗോപാൽ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് അല്പം ഒന്ന് ആശ്വാസമായി. ശംഭു ലണ്ടനിലേക്ക് പോന്നു. അരുൺ ഡൽഹി ഓഫീസ് വൈൻഡപ്പ് ചെയ്യാൻ പോണു. ഞാൻ അവനോടൊപ്പം ഡൽഹിക്ക് പോവുക. ലക്ഷ്മിക്ക് ടെക്സ്റ്റൈൽ ടെക്നോളജിക്ക് അഡ്മിഷൻ കിട്ടി. ഹൈദരാബാദ് ഫാക്ടറിയിലെ തൊഴിൽ പ്രശ്നത്തിന് കുറച്ച് സമാധാനമായി. ഇതെല്ലാം കണക്കിലെടുത്ത് നാളെ വൈകിട്ട്
ഒരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫോർ അവർ ഫ്രണ്ട്സ് ആൻഡ് വെൽവിഷേഴ്സ്. ഗോപാൽ ആ ഡിന്നറിൽ പങ്കെടുക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. വേണ്ട, ഇനി എനിക്ക് ആരെയും കാണണ്ട. ഗോപാൽ, എന്നെ ഈ രൂപത്തിൽ ആരും കാണണ്ട. എന്താ ആരെയും കാണണ്ടെന്ന് പറഞ്ഞത്? മുടി പോയതുകൊണ്ടാണോ? ശരിക്കും ഗോപാൽ ഇപ്പോഴാണ് ക്യൂട്ടായത്. ഭാമ, ഞാനിപ്പം നിങ്ങൾക്കൊരു വെള്ളാനയാണ്. എ വൈറ്റ് എലിഫന്റ്, എ ബിഗ് ലയബിലിറ്റി. ഇതൊന്ന് തീർന്നു കിട്ടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യം. അങ്ങനെ പറയരുത്. ഞാൻ ഒരിക്കൽ എല്ലാം കേൾക്കുന്ന, അനുസരിക്കുന്ന ഗോപാലിന്റെ ഭാര്യ മാത്രമായിരുന്നു. ഗോപാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് നേടി. പക്ഷെ അതിലേറെ ബാധ്യതകളും തന്നു. നമ്മുടെ 3 കുഞ്ഞുങ്ങൾ, നഷ്ടത്തിലാകുന്ന കമ്പനികൾ, ഇതെല്ലാം ബാധ്യതകളാ. ഗോപാലിനറിയാമോ, ഇനി 2 വർഷം കഴിഞ്ഞാൽ നമ്മുടെ മകളെ കല്യാണം കഴിപ്പിക്കണം. ഇതെല്ലാം നടത്തേണ്ട ഗോപാൽ ഇങ്ങനെ ഒതുങ്ങിയിരുന്നാൽ ഞാൻ ചിറകടിച്ച് പറന്നല്ലേ പറ്റൂ. ഇനി 1 മാസം ഞാനിവിടെ ഉണ്ടാവില്ല. പക്ഷെ ഗോപാലിന്റെ എല്ലാ കാര്യവും നോക്കാൻ ഏർപ്പാട് ചെയ്തിട്ടേ പോവുള്ളൂ. എനിക്ക് പോയല്ലേ പറ്റൂ. ഗോപാൽ എന്നെ ഒരുപാട് നോവിച്ചിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സ്നേഹിച്ചപ്പോ അതുപോലെ സ്നേഹിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഗോപാൽ എന്നും അമ്മയുടെ ഉണ്ണിക്കണ്ണനായിരുന്നു. പക്ഷെ ഒരു ഭാര്യയ്ക്ക് ഉണ്ണിക്കണ്ണനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. അവളുടെ മനസ്സിൽ രാധയെക്കുറിച്ചാണ് എപ്പോഴും ഭയം. ഞങ്ങളില്ലാത്ത കുറവ് സാറിന് തോന്നാൻ പാടില്ല. കൃത്യമായിട്ട് രാവിലെ വിളിച്ചുണർത്തണം. കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ, ടാബ്ലറ്റ്സ്, ഇതിന്റെ പേരൊക്കെ ഞാൻ എഴുതി കിച്ചണിൽ ഒട്ടിച്ചിട്ടുണ്ട്. ശരിക്കും ടൈമിന് കൊടുക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തൊക്കെ പറഞ്ഞാലും ഒരു തുള്ളി മദ്യം പോലും സാറിന് വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല. സാറ് പുറത്തു പോകാനും പാടില്ല. ഗോപാൽ, യുനോ DIG വരുന്നുണ്ട്, കസ്റ്റംസ് കളക്ടർ വരുന്നുണ്ട്. എന്തിന്? ഇന്ന് രാവിലെ പാരീസിൽ നിന്നെത്തിയ വിശ്വനാഥൻ ആൻഡ് ഫാമിലി കൂടെ വരുന്നുണ്ട്. നമ്മുടെ കൂടെ എല്ലാരും ഉണ്ട് ഗോപാൽ. അല്ലെങ്കിൽ തന്നെ ഞാൻ ജർമ്മനിക്ക് വരുന്നെന്ന് അറിഞ്ഞിട്ട് എത്ര പേരാ ഫോണിൽ വിളിക്കുന്നത് കൂടെ താമസിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പാർട്ടിയുടെ അന്തസ്സ് കളയരുത്. യു ക്യാൻ ഹാവ് 2 pegs, ഓക്കെ?
Dad. Second peg. Dad. First peg. First peg. Dad. Second peg. Second peg. Second peg. ഒരു പെഗ് കഴിഞ്ഞതാ അവനറിയണ്ട. മകനെ പേടിയാണല്ലോ സർ. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാകാൻ ആഗ്രഹിച്ച ആളായിരുന്നു സർ ഞാൻ. എനിക്ക് പണക്കാരനാവണ്ട സാർ. ഇത്രയും വലിയ പണക്കാരനായ സാർ ഒരു തുള്ളി വിസ്കിക്ക് വേണ്ടി എന്റെ മുന്നിൽ യാചിക്കുന്നു. എടുക്കണം സാർ, എടുക്കണം. Hey, Gopalakrishnan. You look sad. Yes. So depressed. Yes. ഈ നിമിഷത്തിൽ ഗോപാലകൃഷ്ണനെ ഞാൻ സന്തോഷിപ്പിക്കാൻ എന്താ ചെയ്യുക? എനിക്ക് സന്തോഷം ഉണ്ടാണെങ്കിൽ എനിക്കെന്റെ നാട്ടിൽ പോകണം. അങ്ങ് ദൂരെ മലകളും പുഴകളും കുളങ്ങളും എല്ലാം നിറഞ്ഞ എന്റെ നാട്. എന്നിട്ട് എന്റെ വീട്ടില് എത്ര പശുക്കളുണ്ടെന്നറിയോ? ആഹാ. വീട് മാളികയാണ്. കോണിപ്പടികള് ഞാനിങ്ങനെ ഓടി ഓടി കയറും. Hold your tongue, Dad. അപ്പൊ എന്റെ വേഷം ഇതൊന്നുമല്ല. ഇതൊന്നുമില്ല, ഒരു കൊച്ചു തോർത്തു മാത്രം. മോളിൽ ചെന്നാല് താഴെ ചെറുമികളെ കാണാം. കറ്റമെതിക്കുന്ന ചെറുമികൾ. ഞാന് മോളിന്ന് ഇങ്ങനെ കൈകൊട്ടും. അപ്പൊ അവര് തിരിഞ്ഞു നോക്കും. ഞാനെന്റെ തോർത്തെല്ലാം കൂടെ പൊക്കി നീ തല്ലി. നീ അച്ഛനെ തല്ലില്ലേ? പേടിക്കണ്ട മോനെ, പലിശ അടക്കം തിരിച്ചു കിട്ടും. ഈ ലോകത്ത് നിന്നില്ലാത്തത് എന്താണ്? സ്നേഹം, വാത്സല്യം, പരിഗണന. സ്നേഹിക്കുന്നവർക്കുള്ളതാണ് മുക്തി. സ്നേഹിക്കപ്പെടാൻ കൊതിക്കുന്നവർക്കുള്ളതാണ് മുക്തി. വാത്സല്യം കാംക്ഷിക്കുന്നവർക്കുള്ളതാണ് മുക്തി. മുക്തിയിലേക്ക് സ്വാഗതം. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ഗോപാൽ. മെഡിക്കൽ സയൻസിലെ ഒരു അത്ഭുതമാണ് ഇദ്ദേഹം. എല്ലാ ടെസ്റ്റ് റിസൾട്ടുകളും ഇപ്പോൾ അനുകൂലമാണ്. ഓപ്പറേഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഞാനിപ്പോ ഒരു സ്പെസിമെനാണ്. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലെന്ന് ഒരു പറ്റം ഡോക്ടർമാർ, അല്ല ചെയ്യാമെന്ന് താങ്കൾ. ഓരോ കൂട്ടർക്കും പ്രൊഫഷണൽ എക്സലൻസ് തെളിയിക്കാനുള്ള ഒരിരയാണ് ഞാൻ. നോ, യു ആർ റോങ്. ഈ ഓപ്പറേഷൻ വിജയിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. താങ്കളുടെ ബ്ലഡ് റിലേഷൻസിൽപ്പെട്ട വൈഫ് ഓർ ചിൽഡ്രൻ, അങ്ങനെ ആരുടെയെങ്കിലും സമ്മതപത്രം വേണം. അതായത്
സാക്ഷ്യം ഇടുന്നതിന് മുമ്പ് ഒരു സാക്ഷി കൂടി വേണമെന്ന് സാരം. തീർച്ചയായും ഇത് കലിയുഗമാണ് മിസ്റ്റർ ഗോപാൽ. ഡോക്ടർക്ക് രോഗിയെയോ രോഗിക്ക് ഡോക്ടറെയോ വിശ്വാസമില്ലാത്ത കാലം. ഓപ്പറേഷന് മുമ്പ് ആരുടെയെങ്കിലും ഒരു ഒപ്പ് അത് ഒഴിവാക്കാൻ നിവൃത്തിയില്ല. ഓപ്പറേഷനെ പറ്റി ആശങ്കപ്പെടുകയേ വേണ്ട. 20-ാം തീയതി ഉണ്ടെങ്കിൽ അന്നൊരു വ്യാഴാഴ്ചയാണെങ്കിൽ രാവിലെ 10 മണിക്കാണ് ഓപ്പറേഷൻ. ഇറ്റ് വിൽ ടേക്ക് 2 hours. 12 മണിക്ക് നിങ്ങളെ ICUയിലേക്ക് കൊണ്ടുവരും. 4 മണിക്ക് നിങ്ങൾ കണ്ണു തുറക്കും. അപ്പൊ നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവും. അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളത്തിന് ആവശ്യം വരുമ്പം ഒരു തുണ വേണമെന്നല്ലേ മാഷ പറഞ്ഞത്? ഞാൻ കല്യാണം കഴിക്കുമ്പം ഞാൻ ഭാഗ്യവാനാ മാഷെ. ഓരോ തുള്ളി വെള്ളവും ഓരോ പ്രാവശ്യവും ഓരോ സിസ്റ്റർമാരാ തരുന്നത്. എന്തിനാ മാഷെ എന്നെ കൊണ്ടുവരുതേ? എന്നോട് ക്ഷമിക്കൂ ഗോപാലകൃഷ്ണ, പറ്റിപ്പോയി. ഇനി ഈ ജന്മം ശേഷിക്കുന്ന കാലത്തും ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ അന്നും ഞാൻ ആരെ ഉപദേശിക്കില്ല. ഹലോ, ജർമ്മനിന്നോ? 101ലേക്ക്. പറയാം. വിളിക്കാൻ കണ്ടൊരു സമയം. എന്താ സാർ ഫോൺ അടിച്ചിട്ട് എടുക്കാത്തെ? ജർമ്മനിന്ന് ആരോ വിളിക്കുന്നു. ഹലോ ഹലോ, ഞാൻ ഭാമയാ. ഞാൻ ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചു. ദേ ആർ ഓൾ വെരി കോൺഫിഡന്റ്. അതെ, ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, ഗണോതി അമ്പലം. നാളെ ഞാൻ ഗോപാലിന്റെ പേരിൽ ഒരു സ്പെഷ്യൽ അർച്ചന നടത്തുന്നുണ്ട്. പിന്നെ ശംഭു വരുണും ലക്ഷ്മിയും ഡാഡിക്ക് ഗെറ്റുകൾ കാർഡ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. കിട്ടിയായിരുന്നോ? ഹലോ ഹലോ ഹലോ. ഓം ശാന്തി. ഇന്നൊരു നല്ല ദിവസമാണല്ലേ? ഞാനങ്ങനെ വിശ്വസിക്കാം. എന്താ, തീർച്ചയില്ലേ? ഒരു കാര്യം തീർച്ചയാണ്, ഈ മുറിയിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്റർ വരെ. അത് കഴിഞ്ഞാൽ ആശുപത്രിയുടെ മുമ്പിൽ കൂടെ കൊണ്ടുവരുമെന്നോ പിന്നിൽ കൂടെ കൊണ്ടുപോകുന്നു. എനിക്ക് തീർച്ചയുണ്ട്, ഇനിയും നിങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇതൊന്നും ഒരിക്കലും അവസാനമാവുന്നില്ല. പൂവിന് നിറമുണ്ടെങ്കിൽ, സൂര്യൻ കിഴക്കുതിക്കുമെങ്കിൽ, പഞ്ചസാരയ്ക്ക് മധുരമുണ്ടെങ്കിൽ നിങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. ഞാനൊരു പാപമാണ് സ്വാമി.
എല്ലാരും പാവങ്ങളാണ് ഗോപാലകൃഷ്ണ, എല്ലാരും പാവങ്ങളാ. രാധയോ? അതാര്? അതൊക്കെ ഞാൻ പിന്നീട് വിശദമായി പറയാം. ചേച്ചി സാറിനോട് പറഞ്ഞാൽ മതി രാധ കാണാൻ വന്ന് നിൽക്കുന്നുവെന്ന്. ആ ചേച്ചി, ഞാൻ കൊണ്ടുവന്നതല്ല, രാധ അറിഞ്ഞു വന്നതാണെന്ന് പറയണം. പോകാം. നീ എന്തിനാ കരയുന്നത്? പേടിക്കണ്ട. ഈ ഡോക്ടർമാർ എത്ര തവണ കയറി മുറിച്ചാലും ഞാൻ തിരിച്ചു വരും. അതുകൊണ്ടാണ് നീ വന്നത്. പിന്നെ ഞാൻ വരുമ്പോഴേക്കും നീ നോക്കി വെക്കണം കുറച്ച് പശുക്കളെ, സങ്കര ഇനം പശുക്കളെ. നമുക്ക് പഴയ പോലെ കാലം നീയേ, കാതം നീയേ, മധുരവും മതിരയും മഥനവും മനനവുമാക്കി നീ. തെളിമയും ഒളിമയും എളിമയും ഇളമയുമാണു നീ.